നമസ്കാരം. ബജാജ് ഓട്ടോ ലിമിറ്റഡിന്റെ കഴിഞ്ഞ മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 2024 ഒക്ടോബറിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബജാജിന്റെ വിൽപ്പനയിൽ കുറവുണ്ടായിട്ടുണ്ട്. ഉത്സവ സീസണായിട്ടും കമ്പനിയുടെ വിൽപ്പനയിൽ കുതിച്ചുചാട്ടം ഉണ്ടായി കണ്ടിട്ടില്ല. ആഭ്യന്തര വിപണിയിലെ വെല്ലുവിളികളും ഡിമാൻഡ് കുറഞ്ഞതുമാണ് വിൽപ്പനയെ ബാധിച്ചത്. 2024 ഒക്ടോബറിൽ ബജാജ് ഓട്ടോയുടെ ആഭ്യന്തര വിൽപ്പന 7.11% ഇടിഞ്ഞ് 2,45,421 യൂണിറ്റിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ കമ്പനി 2,64,198 യൂണിറ്റുകൾ വിറ്റഴിച്ചിരുന്നു. ഇതുകൂടാതെ 2024 സെപ്റ്റംബറിൽ 2,47,118 യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്. ഇത് ഒക്ടോബറിലെ വിൽപ്പനയേക്കാൾ 0.69% കൂടുതലാണ്. പക്ഷേ ഈ വിൽപ്പന ഇടിവിനിടയിലും ബജാജ് പൾസർ വീണ്ടും വിൽപ്പന ചാർട്ടിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഒക്ടോബറിൽ പൾസർ 1,11,834 യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ 1,61,572 യൂണിറ്റിനേക്കാൾ 30.78% കുറവാണ്. 45.57% പൾസറിന്റെ വിപണി വിഹിതം. 68,511 യൂണിറ്റുകൾ വിറ്റഴിച്ച 125cc മോഡൽ ബജാജ് പൾസർ ശ്രേണിയിലെ ഏറ്റവും മികച്ച വിൽപ്പനയായിരുന്നു. ഇതിനു പുറമെ പൾസർ 150cc-യുടെ 21,438 യൂണിറ്റുകളും 200cc-യുടെ 14,898 യൂണിറ്റുകളും 250cc-യുടെ 5,665 യൂണിറ്റുകളും വിറ്റിട്ടുണ്ട്. TVS റൈഡർ, ഹീറോ എക്സ്ട്രീം 125R തുടങ്ങിയ ബൈക്കുകളിൽ നിന്ന് ഈയിടെ പുറത്തിറക്കിയ പൾസർ N125 കടുത്ത മത്സരമാണ് നേരിടുന്നത്. ബജാജ് പ്ലാറ്റിനയുടെ വിൽപ്പന ഒക്ടോബറിൽ 61,689 യൂണിറ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ 74,539 യൂണിറ്റുകളെ അപേക്ഷിച്ച് 17.24% കുറവാണ്. എങ്കിലും സെപ്റ്റംബറിനെ അപേക്ഷിച്ച് 23.94% വർധനയുമുണ്ട്. ഒക്ടോബറിൽ 30,051 യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്. ഇത് സെപ്റ്റംബറിലെ അപേക്ഷിച്ച് 53.02% വർധനയാണ്. ഈ ബൈക്ക് CNG-യിൽ 100 km/kg മൈലേജും പെട്രോളിൽ 65 km/ലിറ്ററും നൽകുന്നുണ്ട്. ബജാജ് CT, അവഞ്ചർ, ഡൊമിനാർ എന്നിവയുടെ വിൽപ്പന കഴിഞ്ഞ മാസങ്ങളിൽ കുറഞ്ഞിരുന്നു. ഒക്ടോബറിൽ CT വിൽപ്പന 8,503 യൂണിറ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ 11,886 യൂണിറ്റിൽ നിന്ന് 28.46% കുറഞ്ഞിട്ടുണ്ട്. അവഞ്ചർ വിൽപ്പന 37.93%, ഡൊമിനാർ വിൽപ്പന 25.28% കുറഞ്ഞിട്ടുണ്ട്. ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. ഒക്ടോബറിൽ വിൽപ്പന 30,644 യൂണിറ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ 12,137 യൂണിറ്റിനേക്കാൾ 152.48% കൂടുതലാണ്. രാജ്യത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മൂന്നാമത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണിത്. 2024 ജൂലൈയിൽ പുറത്തിറക്കിയ ബജാജ് ഫ്രീഡം CNG ബൈക്കിന് മികച്ച തുടക്കമാണ് ലഭിച്ചത്. ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയുടെ സാധ്യതകൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയവരാണ് ബജാജ്. ചേതക് ക്ലാസിക് സ്കൂട്ടറിലൂടെ വിപ്ലവം തീർത്ത കമ്പനി പണ്ടുകാലത്ത് നിരത്തുകൾ ഭരിച്ചിരുന്നത് ഈ മോഡൽ ഉണ്ടായിട്ടായിരുന്നു. ഓലയും TVS-ഉം ഹീറോ മോട്ടോർ കോർപ്പും ഹോണ്ടയും എല്ലാം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ബജാജ് ചേതക് EV പുറത്തിറക്കിയാണ് ഇന്ത്യക്കാരുടെ മനസ്സിൽ കയറിക്കൂടിയത്. തുടക്കത്തിൽ വലിയ മെട്രോ നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ചേതക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിൽപ്പന. അതിനാൽ നമ്മൾ മലയാളികളിലേക്ക് എത്താൻ അല്പം കാലതാമസം എടുത്തു എന്ന് വേണം പറയാൻ. അപ്പോഴേക്കും ഓലയും ഏത്തറും TVS-ഉം എല്ലാം കേരളത്തിൽ വെന്നിക്കൊടി പാറിക്കുകയും ചെയ്തിട്ടുണ്ട്.